ഇപ്പോൾ വിയൂർ ദേശത്തെ പുലിമടയിൽ നിന്നും നമ്മുടെ മേഘന ചേരുകയാണ്. മേഘനയിലേക്ക്. ഹിമപ്പുലി, ചീറ്റപ്പുലി, കടുവപ്പുലി, മഞ്ഞപ്പുലി, ഏത് പുലി വേണം ദാ ഇവിടേക്ക് എത്തിയാൽ മതി. ദേശത്തിന്റെ പേര് വിയൂർ ദേശം. ഇവിടെ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് അത്രയേറെ സജീവമായി തന്നെ നമ്മൾ ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും സജീവമായി തന്നെ ഈ ഒരു ചമയമെഴുത്തും ഒക്കെ പുരോഗമിക്കുന്ന ഒരു ക്യാമ്പാണ്. അതായത് ഈ നിരനിരയായി കാണുന്നവർ വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങൾ, മുഖമെഴുത്തുകൾ, അത് അവരുടെ ഒരു ഗാംഭീര്യം, തലയെടുപ്പൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ചേട്ടനൊക്കെ നിൽക്കുന്നത് കണ്ടാൽ നമുക്കറിയാം. വലിയ ബുദ്ധിമുട്ടുണ്ടോ നിൽക്കുന്നത് കാണാൻ? എങ്ങനെയാ കുറെ വർഷമായിട്ട് വിയൂർ ദേശത്തിൽ എത്തിയിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയാ? നല്ല അനുഭവം തന്നെയാണ്. ആവേശമുണ്ട്, മത്സരബുദ്ധിയുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പുലികൾ, നമ്മളൊരു ഒരു കാട്ടിലെത്തിയൊരു ഫീൽ, ഒരു വന്യമൃഗ ഫീലൊക്കെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്യാമ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കുട്ടിപ്പുലിയുണ്ട്. അപ്പോൾ കുട്ടിപ്പുലിയുടെ വിശേഷം. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. എന്താ പേരെന്താ? ആരോ. എങ്ങനെ ഒരു പുലിക്കളി കെട്ടാനുള്ള, വേഷം കെട്ടാനുള്ള ഒരു താല്പര്യം എങ്ങനെയാ വന്നേ? കണ്ടിട്ട് പുലികളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയതാ. അപ്പോ ഈ നല്ല വയറൊക്കെ വേണമെന്ന് പറയും പുലിക്കളി വേഷം കെട്ടാൻ വേണ്ടി. വയറൊന്നുമില്ല, അപ്പൊ അത് പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട്. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ വയറ് വരും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഈ പുലി വേഷം കെട്ടാനുള്ള ആഗ്രഹത്തില്? ഒരു വട്ടം. എത്ര വയസ്സുണ്ട് മോനെ? ഇപ്പൊ 11. എത്രയിലാ പഠിക്കുന്നത്? 6. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ട്. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? അപ്പൊ ഇനി കെട്ടാൻ പോകുമ്പോഴുള്ള ഒരു അനുഭവം ഉണ്ട്. അമ്മയാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചമയം എഴുതി കൊടുക്കുന്നത് അമ്മയാണ് എന്നുള്ള ഒരു വലിയ പ്രത്യേകത. നമ്മൾ അധികം എവിടെയും കാണാത്ത ഒരു സംഭവമാണ്. എങ്ങനെയാ ഒരു അനുഭവം? എങ്ങനെയാ മകന് എഴുതി കൊടുക്കുകയാണ്? അതെ, കഴിഞ്ഞ തവണ വേറൊരു ടീമിൻ്റെതായിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ഇവൻ പറഞ്ഞു ഇവൻ ചെയ്യണമെന്നുണ്ട്, അവന് ഞാൻ വരച്ചു കൊടുക്കാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വരച്ചു കൊടുക്കുന്നതിനേക്കാളും സ്വന്തം മകനും കൂടെ പുലിവേഷം കെട്ടി വരുമ്പോൾ വലിയൊരു അനുഭവമായിരിക്കും. അതെ 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 അതെ, തീർച്ചയായും. ഇത് ആദ്യത്തെ ലെയറാണ്. അപ്പോൾ അത് ബാക്കി എന്തൊക്കെയാണ്? ബാക്കി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിങ് കഴിഞ്ഞ് പിന്നെ തൊപ്പി ഫേസിൻ്റെ അനുസരിച്ചിട്ട് വരയനാണോ പുള്ളിയാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കും. തീരുമാനിച്ചിട്ടില്ല. ഏത് പുലി വേഷം കെട്ടണം? വരൻ പുലി വേഷം കെട്ടിയ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഫുൾ ആവേശത്തിലാണ്. അപ്പൊ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് ആവേശം ഒന്ന് കാണിച്ചു കൊടുത്താലോ? 2 സ്റ്റെപ്പ് വെക്കുവോ? എന്നാ അവനൊരു സ്റ്റെപ്പ് കുട്ടിപ്പുലി വലിയ ആവേശത്തിലാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പുലിവേഷം കെട്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ദൃശ്യാനുഭവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, നല്ല അനുഭവം. കരിമ്പുലിയാണ്. അപ്പൊ ആദ്യമായിട്ടാണോ ഈ വേഷം കെട്ടുന്നത്? കൊല്ലങ്ങളായിട്ട് ഇടാറുള്ളതാണ്. ഒരുമ പെരിങ്ങവന് ഇടാറ്. ഈ വട്ടം ഒരുമ ഇറക്കണില്ല, അതുകൊണ്ട് വിയൂർ ദേശത്തിന് വേണ്ടി. വിയൂർ ദേശത്തിൽ എത്തിയിട്ടുള്ള ഒരു അനുഭവം, മത്സരബുദ്ധിയൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല രീതിയിൽ പോകണം. നല്ല സംഘടന മികവൊക്കെ ഉണ്ട് ഇവർക്ക്, കുഴപ്പമൊന്നുമില്ല. എത്ര മണിക്കൂർ എടുക്കും ഇതൊന്നും കഴിയും? ഞാൻ 7 മണിക്ക് വരണത്, പെയിന്റ് അടിച്ച് നിൽക്കുന്നതാണ്. 4:30ക്കാണ് ടൗണിലേക്ക് ഇറങ്ങുക, തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങുക. നമ്മൾ സെറ്റാവും. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട് ആവേശത്തിന്റെ പുറത്ത് നമുക്കത് അറിയുന്നു, അത്രേ ഉള്ളൂ. ആവേശത്തിന്റെ പുറത്ത് അറിയില്ല അത്. ഈ വേഷം കെട്ടി മുഴുവൻ ആകുമ്പോൾ ഫുൾ ആവേശത്തിൽ. അതെ, പിന്നെന്താ, തീർച്ചയായും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷധാരികളായിട്ടുള്ള, അതായത് ഇവിടെ മുഴുവൻ പല ഇങ്ങനെ വർണ്ണങ്ങൾ തേച്ച് പകുതിയിലിരിക്കുക. ചേട്ടാ, എത്രത്തോളം ഉണ്ട് ആവേശം? നല്ലോണം ആവേശമുണ്ട്. ആവേശം ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താലോ? ഒരു ആർപ്പോളിക്ക് എല്ലാരും കൂടി വേണം. അത് അവര് ഈ വേഷമൊക്കെ കെട്ടി കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുമ്പോഴേ ഇല്ലു എന്നാണല്ലേ? ഇല്ല, ഇപ്പൊ തന്നെ ഉണ്ടാവും. നമ്മൾ എല്ലാവരും ഇപ്പൊ സെക്കൻഡ് കോട്ടിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് എല്ലാരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആർപ്പോളി. ഈ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവർ ഏത് ആഘോഷമാണെങ്കിലും അത് വലിയ തരത്തിൽ കൊണ്ടാടുമെന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂർ മേയർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഈ പുലിക്കളി വർഷങ്ങളായി ഈ പുലിക്കളിയുടെ ഒരു ഏകോപനം ഒക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ. അപ്പോൾ അതൊക്കെ മറികടന്ന് നമ്മളിപ്പോൾ ഒരു വലിയ മേളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു? നമുക്കിപ്പോൾ അറിയാലോ, നമുക്കിപ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത, കാരണം 500 പേര് ജീവൻ അപഹരിച്ചു. അതുകൊണ്ട് സർക്കാർ ഇത് വേണ്ടെന്ന് വെച്ചൊരു സംരംഭമാണ്. പക്ഷേ വീണ്ടും നമ്മുടെ ഇവിടെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച ഒരു പ്രത്യേകത, ഈ പുലിക്കളി എന്ന് പറയുന്നത് തൃശ്ശൂരും മാത്രമേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂർ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പേർ ഇതിനകത്ത് സംഘങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്.
ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് എക്സ്പെൻസ് വരുന്നതാണ്. സാമ്പത്തികമായിട്ട് പൂർണ്ണമായി ഞങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. എന്നാലും കോർപ്പറേഷന് പറ്റാവുന്ന സഹായങ്ങളൊക്കെ കൊടുത്താണ് ഇത് നിലനിർത്തുന്നത്. പക്ഷേ ഇതിൻ്റെ കലാകാരന്മാർക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ ഒരു വർഷക്കാലത്തേക്കുള്ള ഒരു വലിയ വിഷമത്തിലാണ്. അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ സർക്കാർ പുലിക്കളി നടത്താൻ തന്നെ നമുക്ക് അംഗീകാരം തന്നു. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ 350 പുലികളിറങ്ങും മൊത്തമായിട്ട് ഇന്ന് സ്വരാജ് റൗണ്ടിലുണ്ടായിരിക്കും. അപ്പോൾ അത് പൂർത്തീകരിച്ചാൽ ചരിത്ര സംഭവമായി ലോക മലയാളികൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും വലിയ ഓണത്തിൻ്റെ ഭാഗമായ പുലിക്കളി 4 ഓണത്തിൻ്റെ അന്ന് സ്വരാജ് റൗണ്ട് നിറയും. എല്ലാവരും അങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും അവിടെ വരട്ടെ, നമുക്ക് കാണാം. 350 മിടുമിടുക്കരായ ചടവില്ലാത്ത പുലികളെ കാണണമെങ്കിൽ തൃശ്ശൂർ വരണം. എല്ലാവരും സ്വാഗതം ചെയ്യും. അപ്പോൾ ഈ പുലിവേഷം കെട്ടുന്നത് നമുക്ക് സിമ്പിളായി തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ച് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നൽകാനുള്ള ഒരു അവർക്ക് ഇപ്പോൾ ആനുകൂല്യം കിട്ടാൻ ഇപ്പോൾ കോർപ്പറേഷൻ സംബന്ധിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവർക്ക് ലഭിക്കാറുണ്ട്. പിന്നെ ഇവരെ ഈ സമൂഹത്തിനകത്ത് ഇത് ഇങ്ങനെയല്ല, 10-20 പുലിക്കളി ഉണ്ടായിരുന്നത് ഇത് അന്യം നിന്ന് പോകാൻ പാടില്ല. ഇത് കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. പുലിക്കളി എന്ന് പറഞ്ഞാൽ അത് അന്യം നിന്ന് പോകാതെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊരു മാറ്റം എന്താണ് തോന്നുന്നത്? അല്ല, വലിയ മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4 ടീമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം 7 ടീമുണ്ട്. അത് ഇനിയും കൂടും. ഞങ്ങൾ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെല്ലാവരും തയ്യാറാണ് അതിനു വേണ്ടി. മേയർ മുഴുവൻ ആവേശത്തിലാണ്. 100%. ഓക്കെ, ഇത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള തൃശ്ശൂരിന്റെ അല്ലെങ്കിൽ ലോകോത്തര മലയാളികളുടെ ആവേശത്തിൽ നടന്ന പുലിക്കളി അത് ഭംഗിയായി നടക്കും. അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യും. അതെ, തൃശ്ശൂർ കോർപ്പറേഷനും പവറൊന്നും ഒന്നും കൂടെ കാണിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനും മേയറും ഇവിടുത്തെ സംഘാടകരും ഒക്കെ വലിയ ആവേശത്തിലാണ്. അത് നമുക്ക് ഇവിടെ വന്ന് ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മളെപ്പോലുള്ള ഈ പുലിക്കളിയൊക്കെ ആദ്യമായി അനുഭവിക്കുന്നവർക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു ആവേശം, അത് ഇന്ന് രാത്രി 10 മണി വരെ ഈ ആവേശം ഉണ്ടാകുമെന്നുള്ളതാണ്. വൈകുന്നേരം ഉച്ചക്ക് തൊട്ട് തന്നെ ഈ മെയ്യെഴുത്തൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഇവർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പുലി മേളം തന്നെയായിരിക്കും. അത് ഇതുവരെ പല വർഷങ്ങളെക്കാളും ഇത് മെച്ചപ്പെട്ടതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതും അതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഈ വരയൊക്കെ പൂർത്തിയാകുക? എത്ര സമയം എടുക്കും? വര പൂർത്തിയാകും ഒരു 2 മണി കൂടി പൂർത്തിയാവും. ഇത് ഏത് പുലിയെ? ഇപ്പൊ ഞാൻ ചീറ്റപ്പുലിനെ മുന്നേ ഇത് പുലിക്കളിയിൽ വരച്ചു കൊടുക്കുന്ന ആള് തന്നെയാണ്. പിന്നെ 10-16 വർഷമായിട്ട് ഞാൻ വരയ്ക്കുന്ന ആളാ. ഇപ്പോഴത്തെ മാറ്റം നമ്മുടെ വയനാട് ഒരു ദുരന്തം സംഭവിച്ചല്ലോ, അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറികടന്നു. ഒരു ആശങ്ക ഉണ്ടായിരുന്നു നടക്കുമോ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അത് നടക്കും എന്നുള്ള തീരുമാനമായപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇനിയും ആൾക്കാരെ വരച്ചു കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ മാത്രമാണോ? എത്ര പേര് വരച്ചു? ഇനിയുണ്ട്, ഒരു 10 കൂടി വരയ്ക്കണം. ഉച്ചയാകുമ്പോഴേക്ക് ഇത് കഴിയോ? കഴിയും. അങ്ങനെ വരച്ചു കൊടുക്കുന്നവരും ഒക്കെ ഇതാ നമുക്ക് ഈ കാണാം. 1, 2, 3 പറഞ്ഞിട്ട് നമുക്ക് ഈ കണ്ണിന് ഇമ്പം നൽകുന്ന കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. ചേട്ടാ, എന്താ പേരെന്താ? എൻ്റെ പേര് മഹി. ജോലി എന്താ? ഞാൻ ആംബുലൻസ് ഡ്രൈവറാ. ഇതിന് വേണ്ടി ലീവ് എടുത്ത് വന്നേക്കാം? കഴിഞ്ഞ തവണ ഇതുവരെ ലീവ് എടുത്താണ്, പക്ഷെ അന്ന് എത്തിച്ചേരാൻ പറ്റിയില്ല. ഞങ്ങളൊരു അതർ സ്റ്റേറ്റ് ഓട്ടം പോയി. അപ്പോൾ ഞാൻ ഓണറുണ്ടായിരുന്നു, സിറ്റി ആംബുലൻസ് എന്ന പേര്, തൃശ്ശൂരിലെ. ഞങ്ങൾ ഇത്തവണ ഞാൻ അതിനു വേണ്ടി ലീവ് എടുത്തു. കഴിഞ്ഞ തവണ പറ്റിയില്ല. ആവേശമാണ് ഈ പുലിക്കളിയോട്. അതെ, കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ഇനി എന്ത് തോന്നുന്നു? ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ, സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം ആവേശം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷിക്കുന്നു. എന്തായാലും പടയ്ക്കും ഈ ഒരു ഞങ്ങളുടെ സിറ്റി ഫാമിലി. ചേട്ടൻ ആരൊക്കെയോ വിളിച്ച് ഈ വേഷമൊക്കെ കെട്ടിയതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ എന്ന് തോന്നുന്നു. ആരൊക്കെ വീഡിയോ കോൾ വിളിച്ച് അംഗങ്ങളെയും ജോലിക്കാരെയും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ വിശേഷം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്കും കാണിച്ചു കൊടുക്കുക, അവരെയും കൂടെ അറിയിക്കുക എന്നുള്ളത്. ഞാൻ പുലിവേഷം കെട്ടിയെന്ന് എല്ലാവരെയും അറിയിക്കണല്ലേ, അത് തന്നെയാണ്. അങ്ങനെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ. എന്തായാലും ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും വലിയ ആഘോഷം തന്നെയാണ്. അത് അവർ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ. നമ്മൾ വീണ്ടും ഈ കുട്ടിപ്പുലിയാണ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. വീണ്ടും കുട്ടിപ്പുലിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ നടക്കുമ്പോഴൊക്കെ ഈ കളറൊക്കെ പറ്റി ഞാൻ തിരിച്ചു പോക്കുണ്ടാവില്ല എന്ന് തോന്നുന്നത്. എങ്ങനെയുണ്ട്? ഒരു വിഷമുണ്ടോ ഇങ്ങനെ പെയിന്റ് അടിക്കാൻ നിന്ന് കൊടുക്കുന്നത്? ഇല്ല. അപ്പൊ അമ്മക്ക് എന്താ തോന്നുന്നേ മോൻ ഇങ്ങനെ പെയിന്റ് അടിച്ചു കൊടുക്കുമ്പോ? സന്തോഷമുണ്ട്. അതെ, വൈകുന്നേരം നമുക്ക് ഒന്നും കൂടി കാണണം. എന്താ വേറൊരു കുട്ടിപ്പുലി.
അത് എന്താ പേരെന്താ മോന്റെ? റാവൺ ശ്രാവൺ. റാവൺ ശ്രാവൺ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ലണ്ടില് ഇത് ഏത് പുലിയെ കെട്ടിയെന്ന് അറിയോ? അമ്മ അമ്മയാണോ കെട്ടിത്തന്നേ? ആ ചേട്ടൻ ചേട്ടനാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഇങ്ങനെ നിൽക്കുമ്പോ? വേദന എടുക്കുന്നുണ്ടോ? ഇല്ല ആവേശാണ്. ഇക്കിലാവുണ്ട് ഇക്കിളിയാവുന്നുണ്ട്. അവന് ഇത് കെട്ടിയിട്ട് വേദനയൊന്നുമല്ല, ഇക്കിളിയാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2 സ്റ്റെപ്പ് വെച്ചാലോ? പഠിച്ചോ? സ്റ്റെപ്പ് പഠിച്ചോ പുലിയുടെ? അപ്പൊ 2 സ്റ്റെപ്പ് വെച്ചൂടെ? ഉണങ്ങിട്ട് കളിച്ചാം. പിന്നെ അത് ഉണങ്ങി സെറ്റായിട്ട് നമുക്ക് സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് കാണാന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കുട്ടിപ്പുലിമാരുണ്ട്. അവൻ എന്താ പേരെന്താ പറഞ്ഞേ? റാവൺ രാവൺ. അവൻ വേഷമൊക്കെ കെട്ടി ഏകദേശം ആയി നിൽക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിപ്പുലികൾ ഇത്തവണ ഈ പുലിക്കളിയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ കുട്ടിപ്പുലിയാണ്. വേറെ 3ാമത്തെ കുട്ടിയാണ്. എന്താ പേരെന്താ? അഭിനവ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ല്. അപ്പൊ ഇനി കഴിയണത്രേ? കുറെ സമയം എടുക്കും? ഇനി ഇവിടെ ഫിഗർ വരയ്ക്കാനുള്ളോ, ബാക്കിയൊക്കെ സെറ്റായി. അപ്പൊ ആദ്യമായിട്ടാണോ? ആ ആദ്യമായിട്ടാ. നേരത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു, അപ്പൊ എനിക്ക് പനി പിടിച്ചു. അത് കഴിഞ്ഞിപ്പോ കാലുമൊക്കെ വേനയുണ്ട്, എന്നാലും നമ്മള് പൊളിക്കും, ഇത്രയുള്ളോ. ഈ കുട്ടികളൊക്കെ ഈ പുലി വേഷത്തോടും അല്ലെങ്കിൽ പുലിക്കളിയോടും തൃശ്ശൂരിന്റെ ഈ സംസ്കാരത്തോടും ഒക്കെ വലിയ തരത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ച് പുലിവേഷം കെട്ടുക എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് ഈ തൃശ്ശൂർക്കാർ ഈ ആഘോഷത്തെ, ഈ ചെറിയ പൂരത്തെ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും അത് വിയൂർ ദേശം സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ കാണാം.